എന്റെ ഊമക്കുട്ടിക്ക് വേണ്ടി. അവസാനം ഞാൻ അവനെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാ. ആ രാത്രി പോലീസ് വന്ന് കൊണ്ടുപോകുന്നവരെ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. പിന്നീട് ഞാൻ അവളെ കണ്ടിട്ടേയില്ല. കേസ് നടക്കുമ്പോൾ ചില വേണ്ടപ്പെട്ടവരൊക്കെ വരുമായിരുന്നു. ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നെന്ന് പറഞ്ഞു കേട്ടതല്ലാതെ കൂടുതലൊന്നും അറിയില്ല. അവൾ പ്രസവിച്ച എന്റെ കുഞ്ഞ് മോനാണോ മോളാണോ? പിച്ച വെച്ച് നടക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ശാപം കിട്ടിയ ജന്മങ്ങളാടാ. അല്ലെങ്കിൽ രാഘവേട്ട മനഃപൂർവ്വം അല്ലെങ്കിലും ഒരാളെ കൊന്നെങ്കിലും പറയാം. ഞാനീ അനുഭവിക്കുന്ന ശിക്ഷ ഒരു തെറ്റും ചെയ്യാതെയാ. ഒരു കൊച്ചു കുടുംബമായിരുന്നു എന്റേത്. ഉമ്മയും ഒരിളയ അനിയത്തിയും ഞാനും. പട്ടിണിയായിരുന്നു. അവിചാരിതമായി ഞാനൊരു അബ്കാരി കോൺട്രാക്ടറുടെ ജോലിക്കാരനായി. അയാളിലൂടെ ഞാൻ ആളായി. കൂരയുണ്ടായി. അടുപ്പത്ത് കഞ്ഞി തിളച്ചു. കൈ നിറയെ കാശും. പക്ഷെ എല്ലാം ഉണ്ടായപ്പോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. മുതലാളിയുടെ കാവൽ പട്ടിയെന്നോ വാടക കൊണ്ടെന്നോ ഒക്കെ വിളിക്കാവുന്നൊരവസ്ഥ. എന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാവണം എന്റെ ഉമ്മ എന്നെ കൊണ്ടൊരു നിക്കാഹ് കഴിപ്പിച്ചു. ഒരു പാവം പെണ്ണ്, അതിലൊരു കുട്ടിയായി. അതിനിടയിൽ ഉമ്മ കിടപ്പിലായി. കൊച്ചിന് പാല്, ഉമ്മയ്ക്ക് മരുന്ന്, കെട്ടുപ്രായമായ പെങ്ങള്. ആ മുതലാളിയുടെ ഊരാക്കുടത്തില് ഞാൻ ശരിക്കും പെട്ടുപോവുകയായിരുന്നു. പിന്നീട് ഉമ്മ മരിച്ചു. പെങ്ങളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ അയച്ചിട്ട് ഭാര്യയും കുട്ടിയും കൊണ്ട് ആ മുതലാളിയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് കരുതിയിരിക്കെ ഒരു ദിവസം, എന്തോ എന്നെ നിനക്ക് എത്ര കൊല്ലമായിട്ടറിയാം? 10-15 കൊല്ലമായിട്ട് അറിയാമേ. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നീ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മുതലാളി വേണ്ടതിലധികം തന്നിട്ടുമുണ്ട്. ആ ഓർമ്മ നിനക്കുണ്ട്. മറ്റേ പട്ടിക്ക് അതില്ല. ഞാൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? പപ്പനാഭൻ, ഇപ്പോഴത്തെ പത്മനാഭൻ മുതലാളി. തെണ്ടി തിരിഞ്ഞു വന്ന അവനെ ഞാൻ കണക്ക് പഠിപ്പിച്ചു, കണക്കപ്പിള്ളയാക്കി, പിന്നെ മാനേജരായി. എല്ലാ കള്ളവും പഠിച്ചു കഴിഞ്ഞപ്പോ എന്നെ വഹിച്ചവൻ ചാപ്പ പിടിച്ചു. ഞാൻ വെച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ അടിച്ചുകൊണ്ടുപോയി. അതിലൊന്നും എനിക്ക് സങ്കടമില്ല. തെക്കേ കരയിലെ ഷാപ്പെല്ലാം പിടിച്ചോട്ടെ, ടൗണിലെ ബാറും പിടിച്ചോട്ടെ. ബിസിനസ് ഈ മത്സരം വേണം, ചതി പാടില്ല. നീ അറിഞ്ഞോ, പൊട്ടി നിൽക്കുന്ന ഈ എന്റെ 3 ലോറി സ്പിരിറ്റാ അവൻ ഒറ്റുകൊടുത്ത് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചത്. അബ്ദുവേ, എന്തോ നമുക്കവനെ ഒന്ന് കാണണ്ടായോ? കാണണം. അല്ലേ പിന്നെ എന്തോന്നു വാമദേവ മുതലാളി. ഇതാരാ? വാമദേവൻ മുതലാളിയോ? വന്നാട്ടെ വന്നാട്ടെ. എന്നോടുള്ള ദേഷ്യവെന്തരാ മുതലാളി വാതിലിനോട് കാണിക്കുന്നേ? വെറുതെ കാലുനാശായി പോവേ. നീ കളിച്ച് കളിച്ച് അപ്പന്റെ കല്യാണത്തിന് ഉപ്പുവാങ്ങാ വിളമ്പലിടാം. എന്റെ സ്പിരിറ്റ് ലോറി നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അല്ലടാ? എടോ വാമദേവ, എന്നെ വളമാക്കിയ താനും മുതലാളിയായത്. അതിലിച്ചിരി കള്ളക്കളി കളിച്ച് ഞാനും കുറെ കാശുണ്ടാക്കി എന്നുള്ളത് സത്യമാ. അതിന്റെ പേരിൽ നീ പഴപ്പിച്ചൊരു പെണ്ണിനെ ഞാൻ ഏറ്റെടുത്തു. അല്ല, എന്റെ തലയ്ക്ക് വെച്ചു തന്നു. അതന്ന്. ഇന്നവൾ എന്റെ ഭാര്യ. പഴങ്കഥ പറഞ്ഞ അവളെ ഭീഷണിപ്പെടുത്തുക, ഫോണിൽ കൂടെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുക. നിന്റെ സ്പിരിറ്റ് ലോറി മാത്രമല്ല, നിന്റെ കള്ളവാറ്റ് കേന്ദ്രങ്ങളും ഞാൻ പിടിപ്പിക്കും. നിന്റെ നട്ടല് ഞാൻ ഓരും. അതോടെ നീ മലക്കും.
വാമദേവ മുതലാളി കാല് പിടിച്ച് പറഞ്ഞപ്പോ കൊലക്കുറ്റം ഞാനേറ്റു. എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം, എന്റെ കുടുംബത്തെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ചതിക്കുകയായിരുന്നു. ഇടയ്ക്കൊരിക്കൽ എന്റെ ഭാര്യ ഇവിടെ വന്നപ്പോ പറഞ്ഞു, അയാളുടെ ശല്യം കാരണം അവക്കും എന്റെ കൊച്ചു പെങ്ങൾക്കും അവിടെ പൊറുക്കാൻ നിവർത്തിയില്ലാന്ന്. രാഘവേട്ടാ, ശിക്ഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. എണ്ണി എണ്ണി ചോദിച്ച് കൊല്ലും ഞാൻ അവനെ. എന്നിട്ട് ഞാനിവിടെ തിരിച്ചു വരും, ശരിക്കും കുറ്റം ചെയ്തിട്ട്. ചേട്ടാ, മണി എത്തിയത് കേട്ടില്ലേ? എന്നാവാ ഇന്നത്തെ കാപ്പിക്ക് നല്ല ഒന്നാം തരം ഗോതമ്പ് ഒഴുക്കട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് അടുക്കളയിൽ കയറി കണ്ട് ദുഷ്ടന്മാരിത്തിരി തേങ്ങയും കൂടെ ചേർത്തിരുന്നെങ്കിൽ. ചേട്ടനിപ്പൊ പറ ശനിങ്ങാണല്ല. അല്ല, നമ്മുടെ പാണ്ഡ്യം മുടിയെല്ലാം വെട്ടി ആളങ്ങോട്ട് ഒതുങ്ങി അന്നത്തെ അടി ജനിച്ചേറ്റ്. നമ്മുടെ സൂപ്രണ്ട് കൈമള് ആളത്ര ശരിയല്ല. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണെന്ന് അറിഞ്ഞപ്പോ അങ്ങർക്ക് കണ്ണുകടി. അങ്ങേരെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് താൻ ഇനി കല്യാണം കഴിക്കാൻ പാടില്ലെന്ന്. കല്യാണ വീരൻ കല്യാണം കഴിക്കാതെ പിന്നെ കിളക്കാൻ പോകാൻ പറ്റൂ? നമുക്കറിയാവുന്ന തൊഴിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കൈമൾ സാർ ഒരു വിവരക്കേട് പറഞ്ഞതാ, കാര്യമാക്കണ്ട. വെറുതെ അങ്ങയുടെ സമയം കളഞ്ഞു. അങ്ങേരുടെ അല്ല, എന്റെ സമയമാ പോയത്. നീ ഒന്നും ജന്മത്ത് നന്നാവത്തിലാന്ന് പറയാൻ അച്ചാരം വാചകനാടാ. ഓ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം ഈ കൈ കൊണ്ട് എത്ര വിളമ്പി കൊടുത്തതാ. ഇനി ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. 4 വർഷങ്ങൾ കൂടി കടന്നുപോയി. നാളെ രാഘവേട്ടൻ അങ്ങ് പോകും, ഞാൻ ഒറ്റയ്ക്കാവും. ഒന്നുമില്ലെങ്കിലും സങ്കടം പറയാനും കരയാനും ഒക്കെ ഒരാളുള്ള ഒരു ആശ്വാസമായിരുന്നു. വന്നുകൂടുന്ന അനുഭവിച്ചല്ലേ ഒക്കൂ. ഇത്രയൊക്കെ സഹിച്ചില്ലേ, കുറച്ചുകൂടെ സഹിക്കുക. കാത്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി. പുറത്തിറങ്ങിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? രാഘവേട്ടൻ നാട്ടിലെത്തി ഭാര്യയും കുട്ടിയും കണ്ടിട്ട് അവരെയും കൂട്ടി എന്റെ വീട്ടിലൊന്ന് പോണം, വെറുതെ ഒരു സമാധാനത്തിന്. പോകുമ്പോ എന്റെ മോൻ ഒരു കൂടെ ബിസ്ക്കറ്റ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോണം. കൊടുത്തിട്ട് അവനോട് പറയണം അവന്റെ വാപ്പ വാങ്ങിച്ചു തന്നയച്ചതാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള കാലം ഭാര്യയും കുട്ടിയും ഒക്കെ ആയിട്ട് സുഖമായി കഴിയുക. ശരി സാർ. രാഘവ, ജയിലിനും ഭ്രാന്താശുപത്രിക്കുമൊക്കെ ഒരു ശാപമുണ്ട്. വിട്ടുപോയാലും പിന്നെയും തിരിച്ചു വിളിക്കും. നീ വരരുത്, പൊയ്ക്കോ, നല്ലതേ വരൂ. ദൈവമേ ഭഗവാനെ. എപ്പോ വന്നു? ഇന്നലെ അവസാനത്തെ ബോട്ടില് വീട്ടിൽ പോയി നോക്കി. അവിടെ ആരും താമസമില്ലാണ്ടായിട്ട് കുറെ കാലമായെന്ന് പൊടിയും പടലും കിടക്കുന്ന കണ്ടപ്പോ മനസ്സിലായി. എന്തേടാ എന്റെ പെണ്ണ്? എവിടെ അവൾ? പറഞ്ഞോ, പറയടാ. എവിടെയും തൂമക്കുട്ടി? എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അവളെങ്ങോട്ടോ പോയി. കൊച്ചാട്ടനാണ് ഒടുവിൽ അവളെ കാണുന്നത്. പിന്നെ ആരും കണ്ടിട്ടില്ല. കരയായ കര മുഴുവൻ തപ്പി, അറിയാവുന്നിടത്തൊക്കെ പോയി നോക്കി. മൂപ്പന്റെ കയ്യിലും പെട്ടിട്ടില്ല, അവളുടെ ആൾക്കാരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി?
എന്റെ കുഞ്ഞ നമ്മുടെ കാർത്തി തള്ള ചത്തുപോയി. പിന്നെ ജാനുവിന് തുണ ഞാൻ മാത്രമായി. ഞാൻ അവളെ കെട്ടി. നമ്മുടെ മത്തായിച്ചൻ അറിയത്തില്ല. തുടക്കത്തിൽ ഞാനും മത്തായിച്ചനും ഒരുമിച്ചായിരുന്നു കൊച്ചാട്ടന്റെ പെണ്ണിനെ അന്വേഷിച്ചു പോവാറ്. കുറെ ആയപ്പം എനിക്ക് ആശ നശിച്ചു. മത്തായിച്ചൻ അന്വേഷണം നിർത്തിയില്ല. രാഘവം വരുമ്പം ഞാൻ എന്തു പറയുന്നൊക്കെ ചോദിക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ഇവിടെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ആളിനെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി അല്ലേ? അല്ല കൊച്ചാട്ട, കൊച്ചാട്ടന് ഞാനുണ്ട്. വേണ്ട, പണ്ടത്തെ പോലല്ല. നിനക്കൊരു കുടുംബമുണ്ട്. അതില്ലാതാവുമ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ.